ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളെ റിംഗ് നോട്ട് സ്റ്റിച്ച് പരിചയപ്പെടുത്തിയായിരുന്നു. റിംഗ് നോട്ട് സ്റ്റിച്ച് ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ചെറിയ പിള്ളേരുടെ ഫ്രോക്കിൻ്റെ നെക്കിൽ എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ് ഈ വീഡിയോയിൽ. എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ റോസ് മെറ്റീരിയൽ തുണിയാണ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ കഴുത്തിൽ ഇതുപോലെ പിക്ചർ വരച്ചു കൊടുക്കുക. വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ബോർഡറിൽ കൂടെ ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ മൊത്തം തുന്നി ഫില്ല് ചെയ്യാൻ പോകുന്നത്. ചെയിൻ സ്റ്റിച്ച് ഞാൻ നേരത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് മൊത്തം ഫില്ല് ചെയ്ത് പോവുക. നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് മൊത്തം ഫില്ല് ചെയ്തു. അതിനുശേഷം റിംഗ് നോട്ട് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ സൂചി മുകളിലോട്ട് കുത്തിയെടുക്കുക. കുത്തിയെടുത്തതിന് ശേഷം സൂചിയിൽ നൂല് ചുറ്റിയിട്ട് കുത്തി ഇറക്കുക. അവിടെ പൊങ്ങിയിരിക്കുന്ന ആ ഭാഗത്തായിട്ട് പയ്യെ കൈയൊന്ന് പ്രസ് ചെയ്തിട്ട് നൂല് ഇതുപോലെ പിടിച്ചിട്ട് സൂചി പയ്യെ കുത്തി താഴോട്ട് ഇറക്കുക. ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ മൊത്തം നമ്മൾ റിംഗ് നോട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. സൂചി മുകളിലോട്ട് കുത്തിയെടുത്തു. കുത്തിയെടുത്തതിന് ശേഷം സൂചിയിൽ ഇതുപോലെ നൂല് ചുറ്റിയിട്ട് ആ കുത്തിയെടുത്തതിൻ്റെ അടുത്ത് തന്നെയായിട്ട് സൂചി കുത്തിയിറക്കി. എന്നിട്ട് ഇതുപോലെ കൈ വെച്ച് പയ്യെ ഒന്ന് ആ നൂലിൽ അമക്കിയിട്ട് സൂചി അടിയിൽ നിന്ന് കുത്തിയിറക്കുക. ഇതുപോലെ റിംഗ് നോട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇപ്പം നീല കളറ് നൂലാണ് ഇപ്പം ഗ്യാപ്പിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്. നീല കളർ നൂല് മാത്രമല്ല ഞാൻ ഉപയോഗിക്കുന്നത്, പല കളറ് നൂലുകളും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്.
റിംഗ് നോട്ട് സ്റ്റിച്ച് മാത്രമല്ല നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. ഇപ്പോൾ റിംഗ് നോട്ട് സ്റ്റിച്ച് ഇപ്പോൾ ഗ്യാപ്പിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്തു, ഏകദേശം കുറച്ച് ഫില്ലായി. അതിന് ശേഷം നമ്മൾ ഇതിനകത്ത് മറ്റേ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഗ്യാപ്പുള്ള സ്ഥലത്തെല്ലാം ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് നമ്മൾ ഫില്ല് ചെയ്യാൻ പോവാണ്. ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടിയെല്ലാം നമ്മൾ ബീഡ്സ് വെച്ച് മൊത്തം ഫില്ല് ചെയ്യാൻ പോവാണ്. അത് നമ്മൾ സാധാ നൂലിനകത്ത് സൂചി കയറ്റിയിട്ട് അതിൻ്റെ സൂചിയുടെ ഉള്ളിൽ കൂടെ ബീഡ്സ് വെച്ചിട്ട് കുത്തി ഇറക്കിയാൽ മതി. അത് മൊത്തം ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ മൊത്തം നമ്മൾ ഇതുപോലെ സൂചി കുത്തി എടുത്തിട്ട് സൂചീൻ്റെ ഉള്ളിൽ ബീഡ്സ് കയറ്റിയിട്ട് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കുത്തി ഇറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അവിടെ നല്ല ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും, അത് ഇളകി പോവുകയൊന്നുമില്ല. ഇതിങ്ങനെ മൊത്തം ഗ്യാപ്പുള്ള സ്ഥലത്ത് മൊത്തമായിട്ട് ഫില്ല് ചെയ്ത് പോവുക.